ഹായ്. ഈ ദേഷ്യപ്പെടുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ചുറ്റുമുള്ള എല്ലാ ആൾക്കാരും പറയും അവൾക്ക് ഏത് സമയം ദേഷ്യ, അല്ലെങ്കിൽ അവൻ ഏത് സമയം ദേഷ്യ, എന്ത് പറഞ്ഞാലും ദേഷ്യമാണ്, മൂക്കിൻ്റെ തുമ്പത്ത് അവന് ദേഷ്യവാശിയും, അവൻ എപ്പോഴും അങ്ങനെയാണ്. ആഹ് മൊത്തത്തിൽ ഒരു ദേഷ്യക്കാരായിട്ട് അങ്ങ് ചിത്രീകരിക്കും. പക്ഷേ ഈ പറയുന്ന ഒരു വ്യക്തി പോലും ചിന്തിക്കില്ല എന്തുകൊണ്ടാണ് ആ ഒരു വ്യക്തി ഇത്രമാത്രം ദേഷ്യപ്പെടുന്നത്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനാണെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്രയും റിയാക്ട് ചെയ്യണമെന്ന് ഒരാളും, മേ ബി പാരൻസ് പോലും ചിന്തിച്ച് കാണില്ല. അവർക്ക് ഏത് സമയം ദേഷ്യമാണ്, എന്ത് പറഞ്ഞാലും ദേഷ്യം, നീ നിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം എന്ന് പറയുന്നതിന് പകരം അവർക്ക് എന്തുകൊണ്ടാണ് അത്രയും ദേഷ്യം ഒന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അവരോട് ഓപ്പൺ ആയിട്ടൊന്ന് സംസാരിക്കുകയോ ചെയ്തു എന്ന് പറഞ്ഞാൽ മേ ബി അതൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുമായിരിക്കും. കാരണം എല്ലാ സമയത്തും അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ ദേഷ്യം വന്നുകൊണ്ടായിരിക്കില്ല ദേഷ്യപ്പെടുന്നത്. ഇപ്പോൾ ചിലപ്പോൾ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ, നമ്മൾ ഈ ചെറുപ്പത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളാണല്ലോ നമ്മൾ വലുതാവുമ്പോൾ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ മേ ബി പാരൻസ്, അല്ലെങ്കിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആരെങ്കിലും തമ്മിലുള്ള വഴക്ക്, ഇഷ്യൂസ്, അവർ കാണിക്കുന്ന ദേഷ്യം, ഇതെല്ലാം കണ്ടുവരുന്നത് കൊണ്ടായിരിക്കാം ഒരു ഒരു 50-50 ചാൻസ് അങ്ങനെ ആയിരിക്കാം മേ ബി. അല്ലാന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ജീനിൽ ആ ഒരു ദേഷ്യവാഴ്ചയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും അത് കാണും. അല്ല, അതും ഇത് രണ്ടുമല്ല കാരണം. നമ്മളിപ്പോൾ എന്താ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളത് പാരൻസ് തമ്മിലുള്ള വഴക്ക്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അവരുടെ ദേഷ്യം, അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ മേ ബി അവർക്ക് അവരുടെ ഇത്രയും പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ലൈഫിനകത്ത് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ബാഡ് എക്സ്പീരിയൻസോ, അല്ലെങ്കിൽ എന്താ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്ത എന്തെങ്കിലും മുറിവുകളോ മനസ്സിൽ തന്നെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം അതവർ ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്യുമ്പോൾ അത് ദേഷ്യമായിട്ട് വരുന്നത്. ഒരിക്കലും അവരെ അത് കുറ്റം പറയാൻ പറ്റില്ല. ചില സാഹചര്യങ്ങളിൽ ഓട്ടോമാറ്റിക്കലി അവർക്ക് തന്നെ കുറച്ച് കാലം കഴിയുമ്പോൾ അത് ഹീലാവും. അല്ല എന്നുണ്ടെങ്കിൽ മേ ബി ഒരു ഹെൽപ്പ് വേണ്ടി വരും. അപ്പോൾ ഒരിക്കലും ദേഷ്യപ്പെടുന്ന ആൾക്കാരെ കുറ്റം പറയാതിരിക്കുക. നല്ലത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഒരിക്കലും കുറ്റം പറയരുത്. കാരണം അവരൊരിക്കലും ഒരു ഇൻറ്റൻഷനലി ചെയ്യുന്ന ആയിരിക്കില്ല ഈ ദേഷ്യപ്പെടൽ. അവർക്ക് ചിലപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു മൊമെൻറ്റിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റണമെന്നില്ല. എല്ലാ ആൾക്കാരും അങ്ങനെയല്ല. ചില ആൾക്കാർ കൺട്രോൾ ചെയ്തിട്ട് ഭയങ്കര സെറ്റായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവരും ആ ഒരു കാറ്റഗറി പെടില്ല. അപ്പോൾ മാക്സിമം അവരെ മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ എന്തെങ്കിലും വിഷമോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഹീൽ ചെയ്യാനുള്ള വഴി എന്തെങ്കിലും കണ്ടുപിടിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. അല്ല എന്നുണ്ടെങ്കിൽ അവർ ദേഷ്യപ്പെടുന്നതിനൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്ന് കരുതിയിട്ട് അതൊന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് മുമ്പോട്ട് പോവുക. അപ്പോൾ ഇന്നേക്ക് എത്രയുള്ളൂ. ബൈ.